എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ രുചികരമായിട്ടുള്ളതുമായ ഗോതമ്പ് ഇലയടയാണ്. ഈ ഒരു ഇലയട കഴിക്കാനായിട്ട് വളരെ സോഫ്റ്റ് ആണ്. അതുപോലെ പഞ്ഞി പോലെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും പ്രായമായ അച്ഛനമ്മമാർക്ക് വരെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാനും സാധിക്കും. നമ്മൾ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ആയതുകൊണ്ടിട്ട് തന്നെ തിളച്ച വെള്ളത്തിലൊന്നും കുഴക്കാതെ കൈയൊന്നും പൊള്ളിക്കാതെ തന്നെ നമുക്ക് ഈ ഇലയട തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആവിയിൽ വേവിച്ച ഇതുപോലൊരു നാടൻ പലഹാരം എല്ലാവരും തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇലയട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു ബൗളെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്പം ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. ലൂസായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് ഇലയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാനും സാധിക്കുന്നത്. ഓരോ പൊടിയുടെയും ക്വാളിറ്റി അനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവും വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മുടെ ഗോതമ്പ് മാവ് നല്ല മയത്തിൽ തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. പൊടി കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് നേരമൊന്നും നമുക്ക് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. ഇലയട തയ്യാറാക്കി എടുക്കുന്ന പൊടിക്ക് ഇത്രയും സ്മൂത്തായിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ടും. ഇനി നമുക്ക് ഈ പൊടിയൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് കൂടെ റെഡിയാക്കണം. ഫില്ലിംഗ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ 1 കപ്പ് അളവിൽ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 250 ഗ്രാം അളവിലെ ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ശർക്കര പാനിയിലേക്ക് അരമുറി നാളികേരം തിരുമിയത് കൂടി ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. ഞാനിവിടെ ചെറിയ ഏത്തപ്പഴമായതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പഴം വലിപ്പമുള്ളതാണെങ്കിൽ 1 എടുത്താലും മതിയാകും. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു 10 ഗോതമ്പ് ഇലയടയ്ക്കുള്ള കൂട്ടാണ്. പഴം മുഴുവനും കട്ട് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ശർക്കര പാനിയിൽ കിടന്ന പഴം നല്ലോണം വെന്ത് വറ്റി വരുന്ന ഒരു പാകത്തിലേക്ക് ആയി വരണം. അതുവരെയും നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ശർക്കര പാനി ഒന്ന് വറ്റി വരുന്ന മാത്രയിൽ നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. തവി വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴം നല്ല പോലെ തന്നെ നമുക്ക് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 3 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ ശർക്കര പാനിയും പഴവും ഒക്കെ നല്ലതുപോലെ വറ്റി ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ്ങിന് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് ചുക്കും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ച പൊടി ചേർക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ജീരകപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ജീരകപ്പൊടി ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് നല്ല പോലെ വറ്റി വരണ്ട് വരുന്ന പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്നായി കഴിഞ്ഞാലാണ് നമുക്ക് ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അട പരത്തി തുടങ്ങാം. ഇതിനായിട്ട് വാഴയില ഞാൻ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് നമ്മുടെ കൈ നനച്ചതിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ മാവ് കയ്യിലെടുക്കാം. ഇനി എടുത്ത് വെച്ചിട്ടുള്ള വാഴയിലയിലേക്കാണ് മാവ് വെച്ചു കൊടുക്കേണ്ടത്. മാവ് വാഴയിലയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇലയിട നല്ല പോലെ തന്നെ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് ഫില്ലിങ് കൂടെ വെച്ച് കൊടുക്കണം. ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല ഒന്ന് മറിച്ചുകൂടെ കൊടുക്കാം. ഇനി എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം നമുക്കിതുപോലെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാനായിട്ടും. എല്ലാ ഭാഗവും ഒരുപോലെ ക്ലോസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവിപാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അടുത്തതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. വളരെ എളുപ്പത്തിലാണ് നമുക്കിതുപോലെ ഇലയട തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. രണ്ടാമതും പരത്തി ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ആവിപാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം എല്ലാ ഇലയുടെയും നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഗോതമ്പ് ഇലയുടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആവി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 20 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചുകൂടി എടുക്കാം. ആദ്യം 10 മിനിറ്റ് നേരം നമുക്ക് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഇവിടെ അട വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടാറി വരുമ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടും എത്ര സോഫ്റ്റ് ആയിട്ടുമാണ് നമ്മുടെ ഇലയുടെ എല്ലാം തന്നെ നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഹെൽത്തി പലഹാരങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.